അമേരിക്കയും റഷ്യയും നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ നല്ല രീതി എന്ന് പറയുമ്പോൾ അവരുടെ കപ്പലുകളൊക്കെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി അതിനെ പ്രതിരോധിക്കാൻ സബ്മറൈൻ കൊണ്ട് നോക്കി, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അമ്പെ പരാജയപ്പെട്ടു എന്ന് പറയുന്ന വക്കിലാണ് ഇപ്പോൾ ഈ റഷ്യ ഉള്ളത്. അമേരിക്ക ആകട്ടെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ശക്തിയായി മാറുകയും ചെയ്തിരിക്കുന്നു. അഥവാ ലോകത്തെ ഏറ്റവും നല്ല ഒരു ശക്തി എന്നറിയപ്പെടുന്നത് പണ്ട് ഈ റഷ്യയെക്കുറിച്ചായിരുന്നു. അവരുടെ അടുത്ത് ആണവായുധങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ റഷ്യ ഒരു വലിയ ആളാണെന്നുള്ള നിലക്ക് ലോകമെമ്പാടും വിശ്വസിച്ചു പോന്നിരുന്നു. അതിൻ്റെ മുനയാണ് ഇപ്പോൾ ഓടിച്ചിരിക്കുന്നത് അമേരിക്ക 2 കപ്പലുകളെ പിടിച്ചെടുത്തു. ഒന്ന് വെനിസ്വേലൻ കൊടിനാട്ടിയ കപ്പലും രണ്ടാമത് റഷ്യയുടെ കൊടിനാട്ടിയ കപ്പലുമാണ്. ഇതിലാകെ അവർ 60 ലക്ഷം ഇന്ധനം ഉണ്ടായിരുന്നു, 60 ലക്ഷം ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനി 6 ലക്ഷം ഇന്ധനം എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും വലിയ രൂപയുടെ ഇന്ധനവും അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ വലിയ അജയ്യമായിട്ടുള്ള ശക്തി ഇവിടെ ക്ഷയിപ്പിക്കുന്നു എന്നതൊക്കെ അറിയിക്കാൻ വേണ്ടി ഇറാൻ്റെ സപ്പോർട്ടോടുകൂടെ അല്ലെങ്കിൽ റഷ്യ ഇറാനെ സഹായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൊടി നാട്ടി അങ്ങനെ കപ്പൽ സഞ്ചരിക്കുന്നത് ഇറാന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു നിഗമനം. ആ നിഗമനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ റഷ്യയുടെ കപ്പൽ അമേരിക്ക പിടിച്ചു വച്ചിരിക്കുന്നത്. ബെല്ല 1 എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ബെല്ല 1 പിടിക്കുന്നതിന് മുമ്പേ റഷ്യയായിട്ട് സംസാരിച്ചിരുന്നു എന്നും പറയുന്നു. എന്താണെങ്കിലും റഷ്യ പറയുന്നത് നിങ്ങൾ ആ ജീവനക്കാരെ ഒരു പോറലും ഏൽപ്പിക്കാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവിടണം. രണ്ടാമത് മറ്റ് കാര്യങ്ങളൊക്കെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാം. സൈനിക നടപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും ആകാം എന്നാണ് ഈ പുട്ടിൻ്റെ വാക്താക്കളായിട്ടുള്ള പ്രമുഖരൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, രണ്ടും ഒരേ ശക്തി ആയതുകൊണ്ട് തന്നെ, ആണവ ശക്തി ആയതുകൊണ്ട് തന്നെ ലോകത്ത് ഇങ്ങനൊരു യുദ്ധം ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പഴയ കാലത്ത് ജപ്പാനിൽ ഹിരോഷിമയിലും നഗസാക്കിയിലും ഇട്ട ബോംബിൻ്റെ വേദനകളും യാതനകളും ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് മനുഷ്യകുലം ഇനി സഞ്ചരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. നല്ല ഒരു ബുദ്ധിയുള്ള നേതാക്കന്മാർ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദമ്യമായിട്ടുള്ള തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹവും തൻ്റെ കസേര നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വല്ലാത്ത ആ ഒരു ആഗ്രഹവും ഉണ്ടെങ്കിൽ ട്രംപ് അത് ചെയ്താൽ നമ്മൾ അത്ഭുതപ്പെടാനുമില്ല. അതാണ് ഇന്നത്തെ ലോകം ചർച്ച ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ അമേരിക്ക ലോക പോലീസാകാൻ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ കാര്യങ്ങൾ അതല്ലെങ്കിൽ അവർ അംഗീകരിക്കാത്തൊരു സ്വഭാവം ലോകത്ത് വന്നിരുന്നു. പല നേതാക്കന്മാരും അമേരിക്കയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും മാറ്റിവെച്ച ഒരു ലോകക്രമം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി അവരവരുടെ കാര്യത്തിൽ അവരവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അമേരിക്കക്ക് മനസ്സിലായത് പഴയകാലത്തെ പ്രതാപമൊന്നും ഇന്ന് നമുക്കില്ല എന്നുള്ളത്. അതിനെ തിരിച്ചു പിടിക്കാൻ ആദ്യം ചെറുമീനുകളായിട്ടുള്ള ചെറിയ രാജ്യങ്ങളെ പിടിക്കുന്നു, ശേഷം വമ്പൻ സ്രാവുകളായിട്ടുള്ള വലിയ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി പേടിപ്പിച്ച് നിർത്തുന്നു എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വർക്കൗട്ടാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അമേരിക്ക അല്ലാത്ത ഒരു ലോകക്രമം അല്ലെങ്കിൽ ലോക പോലീസ് ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് ട്രംപും ഭരണകൂടവും എപ്പോഴും ആഗ്രഹിക്കുന്നു. ആ കാടൻ ചിന്താധാരയാണ് ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന പല രാജ്യങ്ങളിലും പട്ടിണിയും പരവട്ടവും. കാരണം അവർ ചെയ്തു വെച്ച ഒരുപാട് പ്രതിസന്ധികൾ എണ്ണിയാൽ ഒടുങ്ങാത്ത രാജ്യങ്ങളുടെ മേലാണ് അവർ ഇന്നേ വരെ കൊലപാതകങ്ങളൊക്കെ നടത്തിയത്. നമ്മളൊക്കെ ഉത്തര കൊറിയയുടെ കാര്യം പറയാറുണ്ട്. ഉത്തര കൊറിയയിൽ 50 ലക്ഷം ആളുകളെയാണ് 1947 കാലഘട്ടത്തിൽ കൊന്നുകളഞ്ഞത്. അവരുടെ ആ യുദ്ധം അമേരിക്കയും അതേപോലെ തന്നെ കൊറിയൻ യുദ്ധത്തിൽ 50 ലക്ഷം ആളുകൾ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇന്നേ അയൺ വെപ്പൺ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുന്നത്. ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊരു ആനക്ക് തോട്ടി വെക്കുന്നത് പോലെ അവിടെ വെക്കും. കാരണം അമേരിക്ക എന്ന് പറയുന്ന എപ്പോഴും ഇടയാൻ സാധ്യതയുള്ള ഒരു ആനയാണ്. ഇനി അതിനെ ആ ഒരു ലെവലിൽ നിന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു തോട്ടി ഇവിടെ വേണം എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ അമേരിക്ക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് ഇന്നും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും എത്താത്തൊരു വിഭാഗമാണ് നമ്മുടെ അറബികൾ. ആ പാവങ്ങൾ ഇപ്പോഴും സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുകയാണ്. ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയ മറ്റുള്ളവരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം. അവിടെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു.
ആ പ്രസിഡൻറ്റിനെ നല്ല രീതിക്ക് സംരക്ഷണം കൊടുക്കാമെന്ന് ഏറ്റ രാജ്യമാണ് ചൈന. ആ ചൈന ഇവർ വരുന്നതിന് മുമ്പ് തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അഥവാ ഇൻറ്റേർണലായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷമാണ് മഡോറയെ പിടിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തത്. അപ്പം പുറം നാട്ടിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വം മറ്റവൻ്റെ തലയണെടുത്ത് നമ്മുടെ തലയിൽ വെച്ചു എന്നതുപോലെ ഉണ്ടാകും. കാരണം അവരെപ്പോൾ വേണമെങ്കിലും വലിച്ചു പോകും. ഇതൊരു അനുഭവമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സൂചനയാണ് വെനിസ്വേല തരുന്നത്. ഈ ഗൾഫ് രാഷ്ട്രമാകട്ടെ നമ്മളെയൊക്കെ ഈറ്റിലും പോറ്റിലും എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിക്ക് അവർ നമ്മളത്രമേൽ നല്ല യശസ്സാർന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ വട്ടപൂജ്യമാണെന്ന് പറയാൻ കഴിയും. വെനിസ്വേല മറ്റു രാജ്യത്തിന് സുരക്ഷിതത്വം നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ല, സുരക്ഷാ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഏൽപ്പിച്ചത് അമേരിക്കയാണ്. അമേരിക്കയാകട്ടെ അവർക്ക് ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ ഈ ബേസ്മെൻറ്റ് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അതിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് മലപ്പുറത്താണ് ഏറ്റവും വലിയ ക്യാമ്പ് എന്നൊക്കെ. അത് അതിൻ്റെ ഭാഗമാണ്. ഈ ലെവലിലൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഹിഡൻ അജണ്ട ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പം ക്യൂബയ്ക്ക് വേണ്ടിയിട്ടും കൊളംബിയയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ഗ്രീൻലൻഡിന് വേണ്ടിയിട്ടും ഒക്കെ അമേരിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയുടെ വാക്കുകളിൽ വരാത്ത ഒരു രാജ്യമാണ് മിഡിൽ ഈസ്റ്റ്. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ ഇങ്ങനെ സംസാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ല? ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്നാലും അവിടെ സംസാരിക്കുകയൊന്നും വേണ്ട, അത് മിഡിൽ ഈസ്റ്റ് അവർ തന്നെയാണ്. ഇസ്രായേലും അമേരിക്കയും സ്വന്തമായി പങ്കിട്ടെടുത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ ഭാഗം ചെയ്തെടുത്ത് അവരങ്ങനെ മുന്നോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവി ഇവരിന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ എന്നുള്ളത് മറ്റൊരു വശം. കാരണം അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനിയും ഈ വെനിസ്വേലയ്ക്ക് വന്ന അപകടം ഒരുപക്ഷെ നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വന്നുകൂടാ എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം അവർക്ക് എന്തൊക്കെയോ പറയണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ സൈനിക ബലമില്ലാത്ത കാലത്തോളം, ആണവ ശക്തിയാകാത്ത കാലത്തോളം ഒന്നും മിണ്ടാനോ ഉരിയാടാനോ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളവരെക്കുറിച്ച് പറയാറുണ്ട് അറബികൾക്ക് ഒന്നും തിരിയില്ല. പക്ഷേ അവർക്ക് തിരിഞ്ഞതുകൊണ്ടാകാം ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലക്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അറബികൾ ഒരുമിച്ച് കൂടുന്നു, അറബി ലീഗ് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിരിയുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ അണവായുധം. അതിൻ്റെ അപ്പുറം ഒരു അണവായുധം ഇല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ അങ്ങ് അവസാനിക്കാൻ അർഹതപ്പെട്ടവരാണെന്ന് ലോകം മുദ്ര കുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ചെയ്ത തെറ്റിന് എല്ലാം അനുഭവിക്കാനാണ് ബാക്കിയുള്ള ആളുകൾ ബാക്കിയാകുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് അമേരിക്കയ്ക്കെതിരെ ഒരുപാട് ശക്തികളൊക്കെ പിന്നെ പിരിമുറുക്കം നടത്തുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയ്ക്ക് വേണ്ടി നല്ല രീതിക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഒരു രാജ്യം ഇതുവരെ വന്നിട്ടില്ല എന്നതും വസ്തുതയാണ്. അപ്പോൾ നമ്മളെ കാഴ്ചയിൽ അമേരിക്ക, റഷ്യ എന്നൊക്കെ പറയുന്ന ഭയങ്കര ലെവലാണെന്നൊക്കെ പറയും. പക്ഷേ അമേരിക്കയ്ക്ക്, റഷ്യക്ക് രണ്ട് രാജ്യത്തിനും രണ്ട് താല്പര്യങ്ങളുണ്ട്. ഒന്ന് ഡോളറാണെങ്കിൽ മറ്റൊന്നിന് മേൽക്കോയ്മയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് നിൽപ്പിക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു അടങ്ങാത്ത ആഗ്രഹമായിരിക്കും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധമൊന്നും ഉണ്ടാവില്ല. മുസ്ലിം രാഷ്ട്രത്തിന് ഇത് വലിയ വെല്ലുവിളിയാണ്. വടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ അമേരിക്ക പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഭാവി അവതാളത്തിലാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്താണെങ്കിലും എത്ര പെട്ടെന്ന് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇറാൻ്റെ തകർച്ചയോടുകൂടെ മിഡിൽ ഈസ്റ്റ് തകരാൻ സാധ്യതയുണ്ട്. കപ്പലുകളൊക്കെ കൊണ്ടുപോയി അവരുടെ ആളുകളെയൊക്കെ ബന്ദിയാക്കി പിടിച്ചു. അതും റഷ്യയുടേത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഏത് രാജ്യത്തും വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. മറ്റു വീഡിയോയിൽ കാണാം.